ലൈവില് ഫുൾ അടിയായിരുന്നു കേട്ടോ. വൻ ബഹളമായിരുന്നു എല്ലാരും കൂടി വെച്ചോണ്ടിരുന്നത്. മനുഷ്യന്റെ തലയ്ക്ക് വേദന എടുക്കുന്ന ലെവലിലുള്ള ബഹളമായിരുന്നു എന്ന് മാത്രമല്ല, ഒരു ഫിസിക്കൽ അസോൾട്ട് ശ്രമത്തിലേക്ക് വരെ ഈ ഒരു വഴക്ക് നീങ്ങി എന്നുള്ളതാണ്. എല്ലാവരും അവിടെ ഇരുന്ന സകല എണ്ണങ്ങളും കൂടി വഴക്കോട് വഴക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഒനീൽ സാബുവും പിന്നെ നെവിനും മാത്രമാണ് ആ ഒരു വഴക്കിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ്. അവരല്ലാതെ ബാക്കിയുള്ള എല്ലാവരും പങ്കെടുത്തൊരു വഴക്ക്. ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യന്റെ ആ ഒരു ഗോൾഡ് കല്ലുകള് നെവിൻ അടിച്ചു മാറ്റിയിരുന്നു. അവർ രണ്ടുപേരും നല്ല ബോണ്ടാണ്, നല്ല ഫ്രണ്ട്സ് ആണ്. ആര്യൻ അതിങ്ങനെ പറയുന്നതിന്റെ ഇടയ്ക്ക് അനീഷ് പറയുന്നു കല്ല് സൂക്ഷിച്ചു വെക്കണമായിരുന്നു എന്ന്. അപ്പൊ ആര്യൻ ഓടിപ്പോയി അനീഷിന്റെ മേത്ത് കൈവച്ചു. അനീഷിന്റെ പ്രൈവറ്റ് പാർട്ടിൽ തൊട്ടു എന്നാണ് പുള്ളി പറയുന്നത്, അസോൾട്ട് ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഉടനെ അനീഷ് ആര്യന് നേരെ നല്ല രീതിയിൽ തന്നെ റേസ് ആവുന്നുണ്ട്. ചെക്ക എന്നൊരു വാക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ ആര്യൻ പറയുന്നത് എന്റെ ഫീലിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നാണ്. ഇതിൽ എനിക്ക് തോന്നുന്നത് ആര്യൻ ആ കാണിച്ച പ്രവൃത്തി വളരെ മോശമായിരുന്നു. വേറെ വല്ലോ സീസൺ ആയിരുന്നുവെങ്കിൽ ആര്യൻ ഉറപ്പായിട്ടും നല്ല അടി വാങ്ങിയേനെ. അനീഷ് ആയിട്ട് മാത്രം അത്തരത്തിലൊരു പ്രൊവോക്കിങ്, ഒരു ചീത്തവിളിയിൽ ഒതുങ്ങിപ്പോയി. റോക്കി സിജോ പ്രശ്നത്തിന്റെ ഒരു ഉത്ഭവം തന്നെ ഇത്തരത്തിലുള്ള ഒരു മേത്തൊട്ട് കളിയായിരുന്നു. മേത്ത് തൊടുമ്പോഴൊക്കെ എന്റെ മേത്ത് തൊടരുത് എന്ന് റോക്കി പറയുമ്പോഴും സിജോ തൊട്ടുകൊണ്ടേയിരുന്നു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ ദേഹത്ത് തൊടുന്നത് തെറ്റാണ്, പ്രത്യേകിച്ച് ബിഗ് ബോസിനകത്ത്. പിന്നെ ആര്യൻ അങ്ങനെ ചെയ്തത് അനീഷ് പുള്ളിയെ തൊഴിക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. ആ ഒരു ആര്യൻ അങ്ങനെ ചെയ്ത സമയത്ത് അത് ആര്യൻ ഡോഡ്ജ് ചെയ്തുകൊണ്ട് മാത്രം പുള്ളിക്ക് കൊണ്ടില്ല, തൊഴി കൊണ്ടില്ല. അപ്പൊ ഈ ഒരു വിഷയത്തിന് ശേഷം അഭിലാഷും അനീഷും തമ്മിൽ വഴക്കുണ്ടാകുന്നുണ്ട് ഇതിനെ ചൊല്ലി. അനീഷ് റിപ്പീറ്റ് അടിച്ച പോലെ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ ആ ഒരു വഴക്കും അങ്ങ് അവസാനിക്കും. പിന്നെ എല്ലാവരും പിരിഞ്ഞങ്ങ് പോകും. അങ്ങനെ ഫുൾ ഒരു അടി ഇടി മൂഡ് തന്നെയായിരുന്നു ലൈവിനകത്ത്. കുറെ നേരം തലവേദന എടുത്തു ശരിക്കും.